ഹലോ എവരിവൺ, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഹെയർ കട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി അപ്പം റെഡിയാവുന്നതിന് മുമ്പേ ഞങ്ങൾ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പയുടെ കൂടെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. തോട്ടുവാണെങ്കിൽ പുറത്തത്തെ കാഴ്ചകളും കണ്ടിരിക്കുവാണ്. ആദ്യം എൻ്റെ കൂടെ കുറച്ച് നേരം ചോട്ട് വീഴുന്നു. പിന്നെ അത് അമ്മയുടെ കൂടെ ഫ്രണ്ടിൽ ചെന്നിരുന്നു. ഫ്രണ്ടിലാണെങ്കിൽ കുറേ ആട്ടിൻകുട്ടികളെയും അതിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ചോട്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുക. ഞങ്ങൾ സലൂണിനെത്തിയപ്പോൾ ചോട്ട് ഉറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടുത്തെ അങ്കിളും ഇല്ലായിരുന്നു. ഞങ്ങൾ ചമ്മിപ്പോയി. പിന്നെ പ്ലാൻ ബി ആക്കി. അപ്പ പറഞ്ഞു നമുക്ക് വെട്ടുകാട് പള്ളിയിൽ പോവാൻ. അപ്പോൾ നമ്മൾ വെട്ടുകാട് പള്ളിയിൽ പോവാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് കാറ് പാർക്ക് ചെയ്യാനാണ്. ഞങ്ങൾ പോയപ്പോൾ പള്ളിയിൽ കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. അമ്മ പറഞ്ഞു മണ്ണിൻ്റെ മണ്ടയിൽ കുളിന്നാണ് പെട്ടെന്ന് നമുക്ക് എത്താന്ന്. ഞങ്ങളാണെങ്കിലോ മണ്ണിൻ്റെ മണ്ടയിൽ കൂടി നടക്കുമ്പോൾ ചെരുപ്പ് മൊത്തം വന്നാണ്, നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പള്ളിയുടെ അടുത്ത് എത്തി. ചോട്ടിന് ജലദോഷം ഉള്ളതുകൊണ്ട് അപ്പേരയിലേ പോകുന്നില്ല. അപ്പേരയിലും എൻ്റെ അടുത്ത് ഒന്നും പോകുന്നില്ല. അമ്മയടുത്ത് മാത്രമേ പോകൂ. പിന്നെ ഞങ്ങൾ കുരിശടിയിലൊക്കെ പോയിട്ട് പള്ളിയിലകത്തുള്ള ഗുഹയുള്ള സ്ഥലത്തേക്കൊക്കെ പോയി. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂല. എനിക്ക് ഈ 3D സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഒരു കടലിനകത്ത് കൂടി പോയ ഫീലായിരുന്നു എനിക്കങ്ങനെ പോയപ്പോൾ തോന്നിയത്. ചോട്ടൂനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ വേറെയും കുറേ സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു. ബട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ യേശപ്പച്ചൻ്റെ പോലത്തൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര സൈലൻ്റ് ആൻഡ് നീറ്റായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെട്ടുകാട് പള്ളിയിലൊരു മിനിയേച്ചറും ഉണ്ടായിരുന്നു. പിന്നെ കുരിശടിയിലെയും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ഗുഹ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അടുത്ത് പോയത് അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ്റെ പ്രാർത്ഥന വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ ഞങ്ങൾ പോയത് അവിടെ ഒരു എണ്ണ തരുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവിടുത്തെ എണ്ണയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രം പോയി വാങ്ങിച്ചു. പിന്നെ അമ്മയും ചോട്ടുമൊന്നും വാങ്ങിച്ചില്ല, അപ്പയും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ മാലയൊക്കെ വാങ്ങിക്കാനായിരുന്നു പോയത്. എനിക്കാണെങ്കിൽ അവിടുത്തെ മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കൊണ്ടയൊക്കെ വാങ്ങിച്ചിട്ട് ചേച്ചിക്കും എനിക്കും ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. അമ്മയ്ക്ക് ഒരു മോതിരവും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് കാറിൻ്റെ അടുത്ത് പോയി. അപ്പോഴാണ് ഞാൻ പോപ്കോൺ കണ്ടപ്പോൾ ഒരു പോപ്കോണും വാങ്ങിച്ചു. എനിക്ക് ചീസ് ഫ്ലേവറാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ ചീസ് ഫ്ലേവറാണ് വാങ്ങിച്ചത്. എനിക്കാണെങ്കിൽ ചീസ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സ്ഥിരം ഈ ചേട്ടൻ്റെ ഇവിടെ നിന്നാണ് സ്ഥിരം വാങ്ങിക്കാറുള്ള പോപ്കോൺ. ചോട്ടൂനാണെങ്കിൽ പോപ്കോൺ ഫുള്ള് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചോട്ടും കൂടി അതിനെ ഷെയർ ഇട്ട് കഴിച്ചു. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വെട്ടുകാട് പള്ളിയിലേക്ക് പോകുന്നത്. തിരിച്ചു പോകുമ്പോഴാണെങ്കിലോ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതിനു മാത്രം വണ്ടികൾ എവിടുന്ന് വരുന്നതാണോ എന്തോ എനിക്കറിഞ്ഞൂടെ. ചോട്ടൂനൊക്കെ ആണെങ്കിലോ പോപ്കോൺ കഴിച്ച് കഴിഞ്ഞത് നല്ല എനർജി. പിന്നെ അവൾ വണ്ടിക്കകത്ത് നിന്ന് ചാടുന്നു, കുത്തി മറിയുന്നു, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പറഞ്ഞുകൂടാ. അവൾക്കാണെങ്കിൽ ഒരിടത്ത് മര്യാദയ്ക്ക് ഇരിക്കാനേ വയ്യ.
അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പഴത്തേക്കും ഒക്കെ ചാടി കുറേ നേരം ഇവർ കളിച്ചു. പിന്നെ അപ്പയ്ക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ നേരെ പങ്കായത്തിലേക്ക് പോയി. അപ്പയാണെങ്കിൽ ഒരു കട്ടൻ വാങ്ങിച്ചു. പിന്നെ ചോട്ടൂനാണെങ്കിൽ ഒരു ബനാന കട്ട്ലേറ്റ് കൊടുത്തു. പിന്നെ എനിക്കൊരു ലേസും വാങ്ങിച്ചു തന്നു. ചോട്ടൂനും തേങ്ങയും പഴം ഉള്ളതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ ഞാൻ ഒരു കടിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പയും അമ്മയും വിചാരിച്ചു അവൾ ഫുള്ള് കഴിക്കൂലെന്ന്. പക്ഷെ അവൾ എന്തോ ഭാഗ്യത്തിനും ഫുള്ളും കഴിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ലേസാണ് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ലേസും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് കന്യാകുന്നിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നത് കണ്ടത്. ഞങ്ങൾ പിന്നെ അപ്പച്ചൻ്റെ അവിടെ പോയി. പിന്നെ ചോട്ടു ആണെങ്കിൽ അപ്പച്ചൻ മൊട്ട അടിച്ചിരിക്കുന്നതുകൊണ്ട് ചോട്ടു അപ്പച്ചൻ്റെ അടുത്തേ പോയില്ല. ഇന്നത്തെ വിശേഷം ഇത്രയല്ലേ. അടുത്ത വിശേഷമായി പിന്നെ വരാം. ഇറ്റ്സ് മീ ഒലിൻ സാലിൻസ് signing off.